എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തൃശ്ശൂർ പഴയനടക്കാവിലാണ് നിൽക്കുന്നത്. ഇവിടെ ബൊമ്മക്കൊലുണ്ട് പാണ്ടി സമൂഹ മഠത്തിൽ. അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ലൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അർച്ചകൻ അർച്ചന കൊടുക്കുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ശബ്ദം പോലും ഇല്ല കേട്ടോ അവിടെ. അത്രയും സൈലൻ്റാണ്. എള്ളുതിരിയൊക്കെ കത്തുന്ന കണ്ടില്ലേ, നമ്മുടെ മനസ്സിലേക്ക് ആ എള്ളുതിരിയുടെ ആ ഒരു ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് അലയടിക്കുന്നത്. ഇനി നമുക്ക് ബൊമ്മക്കൊലു കാണാം കേട്ടോ. ബൊമ്മക്കൊലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, അങ്ങനെ പല സെക്ഷനുകളായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എണ്ണിയ തീരില്ല കേട്ടോ, അത്രയും ബൊമ്മക്കൊലുകളും ഉണ്ട്. ഇതാണ്ടില്ലേ, അതിൻ്റെ മുകളിലൊക്കെ ഒരു സ്റ്റിക്കറും ഒരു പാർട്ട് നമ്പറൊക്കെ ഉണ്ട്. അതെന്തിനാണെന്നറിയോ, നമുക്കത് ഇതൊക്കെ ബുക്ക് ചെയ്ത് മേടിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നാക്കില്ല. ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയദശമി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമുക്കിത് ഡെലിവറി ചെയ്യുക. നമ്മൾ ഇവിടെ വന്ന് വാങ്ങുക തന്നെ വേണം കേട്ടോ. അല്ലാണ്ട് നമുക്ക് അയച്ചു തരുമൊന്നുമില്ല. കാരണം ബൊമ്മക്കൊല്ലല്ലേ, പൊട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ ബുക്ക് ചെയ്യാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്ത് മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. കാരണം ഇതിൻ്റെ പൂജയൊക്കെ ചെയ്ത് അത്രയും പവർഫുള്ളായിട്ടാണ് നമുക്ക് തരിക. ഇതാണ്ടില്ലേ, ഗണപതി, ശ്രീകൃഷ്ണൻ, കുബേരൻ, അയ്യപ്പൻ. ഇതടുത്ത സെക്ഷൻ. ഗണപതി പല ടൈപ്പിലിരിക്കണതു, സരസ്വതി ഇരിക്കണു, ഗ്രാമവാസികൾ, പശു, കുട്ടി. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് അനുഭവപ്പെടുന്നത്. കണ്ടില്ലേ, ഒരു തൂണിൻ്റെ ഒരു ആർക്കിടെക്റ്റൊക്കെ ചെയ്ത സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയെന്നറിയോ. ഒക്കെ നമ്മുടെ ചെറുപ്പകാലമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഈ ചെറിയ ബൊമ്മകളൊക്കെ ആയിട്ട് കളിച്ച കാലത്ത് ഇത് ഇവിടെ ഒരു ആർക്കിടെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ്ടില്ലേ, ഇത് ഒരു ഗ്രാമം ഉണ്ടാക്കിയിരിക്കുകയാണ്. മണ്ണും ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൃഷി, ഗ്രാമവാസികൾ, ഒട്ടുകാർ, പിന്നെ ചെറിയ വീടുകൾ, കച്ചവടക്കാർ, പശു, കുട്ടി. ഒരു പ്രത്യേകത കണ്ടില്ലേ, ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു വീടുകളിൽ തന്നെ കണ്ടില്ലേ, അടുത്തടുത്ത് ഒരു അടുപ്പാണ് നമ്മളെ ഇത് കാണിക്കുന്നത്. എന്തൊരു ഭംഗിയാന്ന് നോക്കി നോക്കൂ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുളമൊക്കെ കണ്ടില്ലേ, ഫ്രണ്ടിൽ ഒരു കുളം, പശു, കുട്ടി, ചെറിയ കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഈ പഴയ നടക്കാവിലും ഇതേപോലെ ഇങ്ങനെ ഒരു തൂണൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ഇത് കാണാൻ പറ്റുക. കണ്ടില്ലേ, തബല, മൃദംഗം, പല വാദ്യോപകരണങ്ങൾ, കൊട്ടാരം വിദൂഷകന്മാർ, അമ്മമാർ, കുട്ടികൾ. ഇതാ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതും ഫുട്ബോൾ കളിക്കുന്നതൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട്. അയ്യപ്പൻ്റെ ഒരു 18-ാം പടിയാണിത് കാണിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഗണപതിയും സുബ്രഹ്മണ്യനൊക്കെ ഇരിക്കുന്നു. പിന്നെ മുകളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, അയ്യപ്പൻ. പിന്നെ ബുദ്ധൻ്റെ ബൊമ്മക്കൊലു കാണാം. സത്യസായിബാബ, ഷിർദി സായിബാബ അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ എന്തൊരു ഭംഗിയാണെന്നറിയാം. മൂകാംബിക, തിരുപ്പതി ബാലാജി, ലക്ഷ്മി ദേവി, ഹനുമാൻ, സരസ്വതി. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ പല ടൈപ്പ്, ബുദ്ധൻ്റെ തന്നെ പല ടൈപ്പ് ബൊമ്മക്കൊലുകൾ. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അത് കാണുമ്പോൾ. ഇതാണല്ലേ കല്യാണ സൗഗന്ധിക തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ പറയാൻ അറിയുന്നില്ല, പക്ഷെ അങ്ങനെ തോന്നണത്. അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.